ಶಬರಿಮಲೆ ಶ್ರೀ ಧರ್ಮಶಾಸ್ತ್ರನ ಸನ್ನಿಧಾನ ಗೊತ್ತು ಮತ್ತು ಅದರ ಪೂಜಾ 18 ಮೆಟ್ಟಲಿನ ಬಗ್ಗೆ ಗೊತ್ತು. ಆದರೆ ಯಾರಿಗೂ ತಿಳಿಯದ ಮಣಿಮಂಟಪದ ಬಗ್ಗೆ ಇವತ್ತು ನಮಗೆ ಪರಿಚಯ ಮಾಡಿಕೊಡುವಂಥದ್ದು ನಮ್ಮ ರಿತೀಶ್ ಅಣ್ಣ. ಇವರು ರಾಣಿ ಕುನ್ನೈಕಾಟು ಕುರುಪ್ ಆ ವಂಶದ ಸೇರಿದವರು. ಇವರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಆ ಒಂದು ಮಣಿಮಂಟಪದ ಬಗ್ಗೆ ಮತ್ತು ಆ ಕುರುದಿ ಪೂಜೆ ಮತ್ತು ಪೂಜಾ ವಿಧಿಗಳ ಬಗ್ಗೆ ಇವತ್ತು ನಮ್ಮೊಂದಿಗೆ ಚರ್ಚಿಸುತ್ತಾರೆ. ನಿಮಗೆಲ್ಲ ತಿಳಿಸಿಕೊಡ್ತಾರೆ. ಸ್ವಾಮಿ ಶರಣಂ. ಸ್ವಾಮಿಯೇ ಶರಣಂ. ശാസ്ത്രം എന്ന കടവ് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ചരിത്രപുരുഷൻ. ചരിത്രത്തിൽ ഹിസ്റ്ററി ഇരിക്കും. ഒരു 1000 വർഷത്തേക്കുള്ള പന്തളത്തിന് 1000 വർഷത്തേക്കുള്ള പഴക്കം. 11th സെഞ്ചുറി താൻ പന്തളം ഇങ്ങനെ വന്നു കേരളത്തിൽ. പാണ്ഡ്യവംശം കേരളത്തിൽ. അപ്പോൾ ആ ആര്യൻ കേരളം എന്ന് പറഞ്ഞൊരു മനിതനായി പിറന്ന ആള് ശാസ്താവുടെ ലെവലായ ഇടം താൻ മണിമല. ഉദയനെ കൊല பண்ணி அந்த கோவிலெல்லாம் திரும்பி பிடிச்சு, அந்த இடமெல்லாம் திரும்பி பிடிச்சதுக்கப்புறம் திரும்பி எழுதுக்கப்புறம் அங்கே இருந்து மெடிடேஷன் பண்ணி சாஸ்தாவோட ஐக்கியமாய். அதுதான் தத்துவமசி. அதுதான் മണിമണ്ഡപം ശരിയല്ല. ഇത് നമ്മ പ്രാണന് ദേവന്റെ നമ്മുടെ ഉള്ളിൽ ജീവാത്മ പരമാത്മ നമ്മുടെ ഉള്ളിൽ ഒരു പ്രാണനുണ്ട്. അതാണ് നമ്മൾ ഉയിര്. அந்த உயிர் அந்த பிராணன் பிரம்மத்தில் சேர்ந்தால் அது மோட்சம். ஆனால் இது பிரம்மத்தில் சேர்ந்ததுக்கு முன்னாடி அது ஒரு லெவலில் நிற்கிறது. அதுக்காக அங்கே போகுന്ന ആളുകൾക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി കിടക്കുന്നു. അതായത് ശാസ്താവോട് ഐക്യപ്പെട്ട അയ്യപ്പൻ ഐക്യപ്പെട്ട ഇടം താൻ അതാ സമാധി എന്ന് ചൊല്ലും, ജീവസമാധി എന്ന് ചൊല്ലും. കറക്റ്റ് ജീവസമാധി ഇറന്നു പോയിട്ടില്ല. അത് ശാസ്താവോട് ഐക്യപ്പെട്ട മെഡിറ്റേഷൻ ചെയ്ത് ശാസ്താവോട് ഐക്യപ്പെട്ടത്. അത് മൊത്തം തിങ്ങിയപ്പോൾ പിന്നെ മകരവിളക്കുന്ന ഉത്സവം എല്ലാവരും പാത്തിരക്ക് പന്തളത്തു നിന്ന് ആഭരണപ്പെട്ടി പുറപ്പെട്ട് ടി വിയിലെല്ലാം പാത്തിരക്ക് പുറപ്പെട്ട് സന്നിധാനത്തിൽ പോകുന്നു. അതിൽ 3 ബോക്സ് ഇருக்கு. ആഭരണപ്പെട്ടി ടോട്ടൽ 3 ബോക്സ് ആണ്. ഒരു ബോക്സ് മട്ടും 18ാം പടി ഏറി സന്നിധാനത്തിൽ പോകുന്നു. ബാക്കി 2 ബോക്സ് എங்கே പോകുന്നു. അത് മാളികപ്പുറത്ത്. അത് അമ്മനിക്കല്ല, മാളികപ്പുറത്ത് ഒന്നിന് അല്ല. അത് മണിമണ്ഡപത്തിലെ പൂജ, അവിടുത്തെ മകരവിളക്ക് ഫെസ്റ്റിവൽക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അത് പിന്നാടിയുള്ള രാജമണ്ഡപത്തിൽ, മണിമണ്ഡപത്തിന് പിന്നാടി താൻ രാജമണ്ഡപം. രാജമണ്ഡപം മീൻസ് ആചാരമായിട്ട് പന്തള രാജ റെപ്രസെൻറ്റേറ്റീവ് വന്നാൽ അവർ അങ്കത്താൻ തങ്ങണം എന്ന് പഴക്കം. അപ്പോൾ അവരിയ്ക്കുന്ന ഇടം அந்த இடத்துல வச்சுட்டு நைட்டு களம் போட்டு அந்த களம் போடுന്നതിനുള്ള പൗഡർ പന്തളം പാലസിലെ വലിയ തമ്പുരാട്ടി പെരിയ റാണി കൊടുത്തത് കളം പൗഡർ. അത് നാച്ചുറൽ 5 പൗഡേഴ്സ്. അത് ഉള്ള കളം പോട്ട് ഭഗവാന് കേശാദിപാദം പാടും. ഒരു ട്രഡീഷണൽ സോങ്ങാണ്. പാടിയதுக்கப்புறம் திருவாபரணப்பட்டி ஓப்பன் பண்ணி அதுக்குள்ளே ஒரு மீச உள்ள திடம்பு இருக்கு. மீச வச்ச திடம்பெடுத்து ഉള്ളിൽ കൊടുത്ത് ഉള്ളിൽ തന്ന് അത് പലർക്കും മാളികപ്പുറത്തമ്മാണ്. அந்த திடம் എടുത്തിട്ട് நம்ம கையில் കൊടുക്കും. അത് ആവാഹനം பண்ணி അത് റെഡിയാക്കുമ്പോൾ ശരിയായി എല്ലാം അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം മുടിഞ്ഞതിനപ്പുറം സന്നിധാനത്തെ അത്താഴ പൂജ മുടിഞ്ഞിട്ട് വിളക്കിനെഴുന്നള്ളത്ത്. അന്ന് വിളക്കിനെഴുന്നള്ളത്ത് മണിമണ്ഡപത്തിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി മാളികപ്പുറം പക്കത്തിൽ വരുമ്പോൾ അമ്മനെ നമസ്കരിക്കും. അത് അയ്യപ്പനുടെ അമ്മ എന്നുള്ള സങ്കല്പം, മാതൃഭാവത്തിലുള്ള കടവുൾ മാളികപ്പുറം നമസ്കരിച്ചു. മാളികപ്പുറത്തമ്മ ഭാര്യയല്ല, കാമുകിയല്ല, അല്ല. അത് അത് நம்ம ചടങ്ങെല്ലാം பார்க்குമ്പോൾ അത് தெரியும். ஆனால் അയ്യപ്പൻ വന്നിട്ട് അമ്മയെ മറ്റും നമസ്കരിക്കും. അമ്മ ഗുരു. അപ്പം ഇത് അമ്മ നമസ്കരിച്ചിട്ട് 18ാം പടിയിൽ നിന്ന് അത് നിലപാട് നിൽക്കുക. മലയാളത്തിൽ അപ്പടി ചൊല്ലും നിലപാട്. അന്ന് 18ാം പടിയിൽ മുന്നിൽ തറയൊക്കെ അത് നിലപാട് തറയെന്ന് ചൊല്ലും. അങ്ങനെ നിന്ന് ഒരു ഫാമിലിക്ക് റൈറ്റ് എടുക്കും. നായാട്ടുവിളി ചൊല്ലും. അവർ നായാട്ടുവിളി ചൊല്ലും. യുദ്ധത്തിൻ്റെ അത് ശാസ്താവുടെ
ഐതിഹ്യവും അയ്യപ്പനുടെ ഹിസ്റ്ററിയും ചേർന്ന് മിക്സ് ചെയ്ത് ഒരു സോങ്, അതൊരു വേറൊരു മ്യൂസിക്കിൽ ഉള്ള സോങ്. அந்த സോങ്ങിൻ്റെ ഒരു 60% முடிஞ்சதுக்கப்புறம் ശബരിമലയിൽ என்னென்ன നടക്കണം, என்னென்ன இருக்கு, எப்படி வரணும், எல்லாம் டீட்டெயிலாக கொடுத்துருக்கு. இந்த புறப்பாடுக்கு അയ്യപ്പനോட പുറപ്പാട്ട് അകമ്പടി മീൻസ് കൂടെ ചേർന്ന് 2 മലയുടെ റെപ്രസെൻറ്റേറ്റീവ് 2 കൊടിയും കൂടെ വരും. ഒന്ന് തലപ്പാറമാണ്, തിരുവാഭരണത്തിലെ പ്രദർശനം ബ്ലാക്ക് കളറിൽ വെള്ളി ഫ്ലവേഴ്സ് ഉള്ളത് തലപ്പാറമാണ്, റെഡ് കളറിൽ ഗോൾഡ് ഫ്ലവേഴ്സ് ഉള്ളത് കുടുംബാറമാണ്. ഇത് രണ്ടും ചേർന്ന് ഭഗവാനെ 18 പടിയിൽ പോയി നായാട്ടുകളി മുടിഞ്ഞതുകൊണ്ട് തിരുമ്പി കോവിൽ ചുറ്റി മണിമണ്ഡപത്തിൽ വന്ന് വീണ്ടും കേശാദിപാദം പാടി അവിടുത്തെ നിവേദ്യമൊക്കെ നടത്തി എല്ലാ പൂജകളൊക്കെ ഫിനിഷ് ചെയ്ത് കളം വായിക്കും. അപ്പം ഒരു ദിവസത്തെ ഫെസ്റ്റിവൽ ഫിനിഷാകും. മകരവിളക്ക് ഫെസ്റ്റിവൽ, മകരവിളക്ക് അടിയന്തരം ചൊല്ലും, മകരവിളക്ക് അടിയന്തരം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസം സെയിം പ്രൊസീജിയർ. 5th ഡേ ഭഗവാൻ 18 പടിയിലല്ല പോകുന്നത്. എന്താ ഇത് പുറപ്പാടുക്ക് കൊടാ കൊടി തീവെട്ടി മേളം നല്ല ആഘോഷമായിട്ടാണ് പോകുന്നത്. പോകുമ്പം ഇത് 5th ഡേ പോകുന്നത് ശരംകുത്തിയിലാണ്. റീസൺ ശരംകുത്തി ചെന്ന് നായാട്ടുകളിൽ മുടിച്ചതുക്കപ്പുറം മേളം തീവെട്ടി ഇത് മാറ്റി. ഭഗവാന്റെ ഫെസ്റ്റിവൽ ഫിനിഷായി, കംപ്ലീറ്റ് ആയി. ഇനി ഭഗവാൻ തനിയെ ഭൂതഗണങ്ങളെ കൂട്ടി തിരുമ്പി വരുന്നു. ഭഗവാനെ കാക്കൾക്ക് വന്ന മനിതങ്ങളെല്ലാം തിരുമ്പി പോകണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഭഗവാൻ തിരിച്ചു വന്ന് അത് അവിടെ അന്നത്തെ ഫിനിഷ് ആയതിനപ്പുറം അടിയന്തരം എന്താ ഫെസ്റ്റിവലിൽ വന്ന ആളുകൾക്ക് ദക്ഷിണ കൊടുക്കും. അതോടുകൂടി ഫെസ്റ്റിവൽ മുറിക്കും. നെക്സ്റ്റ് ഡേ தான் ഗുരുതി. അപ്പോൾ ഇപ്പോൾ ഈ 5th ഡേ ശരംകുത്തിയിൽ പോയി ഭഗവാൻ വരുമ്പോൾ അത് ഫേസും മീശയുള്ള ഫേസുകൾ. അപ്പം പോകുമ്പോഴും മാളികപ്പുറത്തമ്മേ നമസ്കാരം പണിക്കാൻ പോകും. തിരുമ്പി വരുമ്പോൾ നിറയെ ആളുകളെ തെറ്റായി നനച്ചിരിക്കുന്നത് അത് മാളികപ്പുറത്ത് പോയിട്ട് വരുന്നു എന്ന് സ്റ്റോറിയാണ്. അത് തപ്പത്. മാളികപ്പുറം ഇടനടിച്ച് വന്ന് കന്നിസ്വാമി വരാതെ അതൊരു കഥയാണ്. അത് വേറൊരു സ്റ്റോറി. അത് ഉണ്മയല്ല, അത് തപ്പായ സ്റ്റോറി. എഴുന്നള്ളത്തി വരുന്നത് ആര്യക്കേരളം അയ്യപ്പൻ ഭഗവാൻ. അത് 1ാമത്തെ ദിവസം കളം പോടുന്നത് ബാലക ബ്രഹ്മചാരി. 2nd ഡേ വില്ലാളി ദേവി. 3rd ഡേ രാജകുമാരൻ. 3rd ഡേ മുതൽ 3rd ഡേയിലാണ് പന്തളത്തുനിന്ന് റെപ്രസെൻറ്റേറ്റീവ് വരുന്നത്. അവർ വരുമ്പം മുതൽ കളത്തിൽ കൊഞ്ചം ഡിഫറൻസ് ഉണ്ട്. അവരുള്ള വന്നിട്ട് പൂവിട്ട് നമസ്കാരം പറയും. നമസ്കാരം അവർ തൊഴമ്പാട്ടെ അവർ പൂവിടും. അതുക്കപ്പുറം അവിടെ നടക്കുന്ന എല്ലാ ഫെസ്റ്റിവലിൻ്റെ എല്ലാം അവർക്ക് കേട്ടിട്ട് തന്നെ പണ്ട് അത് അവർ താൻ മെയിൻ ആൾ അന്നത്തെ. രാജകുമാരൻ. 4ാമത്തെ ദിനം പുലിവാഹനം. 5ാമത് ദിനം ശാസ്താവോട് ഐക്യമായ അയ്യപ്പൻ എന്ന കൺസെപ്റ്റ് അയ്യപ്പനെ തിരുവാഭരണം ചാർത്തിയ ശാസ്താവെടുമ്പം കളമ്പുണ്ട്. അപ്പോൾ ശാസ്താവും അയ്യപ്പനും 2 അല്ല 1 താണെന്നാണ് ഫൈനൽ. ഇതിൽ അയ്യപ്പനുള്ള സകല പൂജകളും താന്ത്രിക പൂജകളും ശ്രീകോവിലിൽ താൻ നടക്കും. മണിമണ്ഡപത്തെക്കുള്ളിൽ താന്ത്രിക പൂജ ഒന്നുമേ ഇല്ല. അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ആചാരങ്ങൾ മറ്റും. എന്നാൽ പൂജകൾ ഇതുക്കുള്ള നടക്കുക. അത് റീസൺ സമാധിയായത് കാരണമായിരിക്കാം. ഉള്ള മണികൊട്ടി പൂജ പണ്ട മാത്രം. 5 days മണിക്കൊട്ടി റെഗുലറായിട്ട് കേരളാവിലെ ട്രഡീഷനിൽ കളം പാട്ട് നടക്കുമ്പോൾ അതുക്കുള്ള പൂജ പണിത് ശബരിമല മണികൊട്ടി പൂജ നടക്കാറ്. ശബരിമലയിൽ മണിമണ്ഡപത്തിക്കുള്ളിൽ 5 ദിനം. ശബരിമലയിലല്ല, മണിമണ്ഡപത്തിക്കുള്ളിൽ. 6th ഡേ അയ്യപ്പന് മുന്നേ ശാസ്താവിന് മുന്നേ അവിടെ ഒരു ദേവതാ സങ്കല്പം വരുന്നത്.
പ്രകൃതി നേച്ചർ, ആ നേച്ചറിനെ ഭദ്രകാളി എന്നുള്ള ഭാവത്തിൽ പൂജ പണിയിപ്പിക്കാം. அதுக்காக இந்த இடத்துல പ്രകൃതിയിൽ ഭക്തന്മാർ വന്നതിൽ പൂജ നടത്തിയതിൽ നിവേദ്യം നടത്തിയതിൽ ഏതെങ്കിലും തരത്തിൽ അശുദ്ധി വന്നെങ്കിൽ அந்த நெகட்டிவ்ஸ் எல்லாம் மாறதுக்கு கடவுள் ഭദ്രകാളിക്ക്, അതായത് പ്രപഞ്ചത്തിലെ മാതാ അമ്മയ്ക്ക് ഫസ്റ്റ് കൊടുക്കുന്ന പ്രായച്ചിത്തുണ്ട് കുരുതിക്ക്. ഇപ്പോൾ കുരുതി നടക്കുന്നത് ശബരിമല അയ്യപ്പ സ്വാമിക്കല്ല, ഭദ്രകാളി. മണിമണ്ഡപത്തിന് മുന്നിൽ 5 കളമുണ്ട്. 64 കണ്ണങ്ങളുള്ള 5 കളത്തിൽ പഞ്ചഭൂത സങ്കല്പമായ ജലം, വായു, അഗ്നി, ആകാശം, ഭൂമി തത്വമാണ്. അതിൽ അഗ്നി തത്വത്തിൽ ഭദ്രകാളി ആഹാരം പൂജകൾ ഗുരുതി തത്വം. അത് ഗുരുതി അർപ്പണം ചെയ്യുമ്പോൾ പന്തള രാജ റെപ്രസെൻറ്റേറ്റീവ് വന്ന് അവരോട് കേട്ടുക ചെയ്യും. ഇതല്ലാതെ വെളിയിൽ 3 മൂർത്തികൾക്ക് തർപ്പണം എടുക്കും. വെളിയിൽ ഇത് ഈ 5 പന്തം കഴിഞ്ഞിട്ട് വെളിയിൽ 3 ഇടത്ത്, ഡിഫറെൻ്റ് 3 ഇടത്ത്. അത് കഴിഞ്ഞിട്ട് ഇത് മുടിഞ്ഞതിനപ്പുറം പന്തള രാജ റെപ്രസെൻറ്റേറ്റീവ്സും അവരുടെ തായ്വഴിയിലുള്ള ആളും മാത്രം അങ്ങ് തങ്ങിയിട്ട് ബാക്കി എല്ലാവരും പോകും. അവരുടെ സാന്നിധ്യത്തിൽ രഹസ്യ സമ്പ്രദായത്തിലുള്ള కొంచెం ചടങ്ങുകൾ മാളികപ്പെടുത്തും. നമ്മ ഗുരുതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതെല്ലാം മുടിഞ്ഞെടുക്കപ്പെട്ട രാജാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അതോടുകൂടി ಫೆಸ್ಟಿವಲ್ ಇಷ್ಟು ವಿಷಯಗಳನ್ನ ನಮ್ಮೊಂದಿಗೆ ಪ್ರೀತೀಶ್ ಅಣ್ಣ ಹಂಚ್ಕೊಂಡಿದ್ದಾರೆ. ಇದನ್ನು ನಾನು ಕನ್ನಡದಲ್ಲಿ ಟ್ರಾನ್ಸ್ಲೇಟ್ ಮಾಡಿ ನಾನು ನಿಮ್ಗೆ ಹೇಳ್ತೀನಿ. ಸ್ವಾಮಿ ಶರಣಂ, ಸ್ವಾಮಿ ಶರಣಂ ಅಂತ.